സ്നേഹാദരണീയരായ വിശ്വാസിനി സഹോദരങ്ങളെ, സർവലോക രക്ഷിതാവായ അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യകളും മരണം വരെ സ്വന്തം ജീവിതത്തിന്റെ എല്ലാ രംഗത്തും സൂക്ഷ്മതയോടെ സ്വീകരിക്കണമേ എന്ന് ആദ്യമായി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം ഓരോ നിമിഷവും അവസാനിച്ചു കൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസങ്ങൾ പിന്നിട്ടു പോകുന്ന സമയത്തും നമ്മൾ ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത, മറക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് ഇക്കഴിഞ്ഞു പോയ നിമിഷങ്ങളും മാസങ്ങളും എൻ്റെ ആയുസ്സിൽ നിന്നും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ആയുസ്സിനിടയിൽ സങ്കടപ്പെടുത്തുന്ന ചില കാഴ്ചകളും മരണങ്ങളും പരീക്ഷണങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ നമ്മളൊക്കെ മനസ്സിൽ തീരുമാനിക്കാറുണ്ട്, ഒന്ന് നന്നാവണം. എൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ ദുരാചാരത്തിൽ നിന്നും, അള്ളാഹുവിൻ്റെ പ്രവാചകനോ ഇസ്ലാമോ പഠിപ്പിക്കാത്ത എല്ലാ കാര്യങ്ങളിൽ നിന്നും എനിക്കൊന്ന് മാറണം. എനിക്കൊന്ന് വ്യക്തിപരമായി നന്നാവാൻ ആഗ്രഹമുണ്ട് എന്നും മനസ്സുകൊണ്ട് സ്വപ്നം കാണുന്നവരാണ് ഞാനും നിങ്ങളും. പക്ഷെ എങ്ങനെയാ നമ്മൾ മാറുക? മാറണം എന്ന ഒരു ചിന്ത ഉണ്ട് എന്നുള്ളതല്ലാതെ എങ്ങനെയാണ് റബ്ബേ ഞങ്ങൾ മാറുക, മാറാൻ ഞങ്ങളെ കൊണ്ട് പറ്റുന്നില്ലല്ലോ എന്ന സങ്കടമാണ് നമ്മളിൽ പലർക്കും ഉള്ളിലുള്ളത്. അതുകൊണ്ട് തന്നെയാണ് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തിയതും, മാറണം, എനിക്ക് നന്നാവണം എന്ന് മാത്രം ചിന്തിച്ചാൽ പോരാ. അങ്ങനെ നന്നാവാൻ ആഗ്രഹിച്ച ഒരു ജനതയെ നന്നാക്കിയെടുത്തൊരു ചരിത്രമുണ്ട് 14 നൂറ്റാണ്ടുകൾക്ക് മുൻപ്. കള്ളുകുടിച്ചും പെണ്ണുപിടിച്ചും മറ്റുള്ളവരുടെ സമ്പത്തുകൾ കൊള്ളയടിച്ചും നിസാരമായ വഴിത്തർക്കത്തിന്റെ പേരിൽ 100 കണക്കിന് ആളുകളെ കൊന്ന് ആ കൊന്നവരുടെ കൈയും തലയും വെട്ടിത്തൂക്കിയ ഒരു കാലഘട്ടമായിരുന്നു 14 നൂറ്റാണ്ടുകൾക്ക് മുൻപ് അന്ന് മക്കയിലുണ്ടായിരുന്ന ജനത. ഓരോ വീട്ടിലും വ്യഭിചാരശാലകളുണ്ട്, ഓരോ വീട്ടിലും കള്ളിന്റെ വലിയ വീപ്പകളുണ്ട്. സ്വന്തം പെൺകുട്ടികളെപ്പോലും അവരുടേതായ ആവശ്യത്തിന് വേണ്ടി നിർവഹിച്ചിരുന്നു, ചെലവാക്കിയിരുന്നു. സ്വന്തം ഉമ്മക്ക് വരെ അവര് ഗർഭമുണ്ടാക്കിയിരുന്നു. ആ കാലഘട്ടത്തിലുള്ള ജനതയെ അള്ളാഹുവിന്റെ പ്രവാചകൻ എങ്ങനെ മാറ്റി? ഓരോരുത്തരുടെ മനസ്സുകളിലേക്കും അവർക്ക് സ്വപ്നം കാണാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തു. എന്തു സ്വപ്നം കാണാൻ? ഈ ദുനിയാവിലെ വലിയ കൊട്ടാരങ്ങൾ ഉണ്ടാക്കണം, കുറെ പണം സമ്പാദിക്കണം, നാട്ടുകാർക്കിടയിൽ പേരും പ്രശസ്തിയും കാണിച്ച് ജീവിക്കണം എന്ന സ്വപ്നമല്ല. മറിച്ച് ഈ ലോകത്തിന് ശേഷം കാത്തിരിക്കുന്ന ഒരു ലോകം, ആ ലോകത്ത് റബ്ബ് സംവിധാനിച്ചിട്ടുള്ള സ്വർഗത്തിന് വേണ്ടി സ്വപ്നം കാണാൻ പഠിപ്പിച്ചു. ആ സ്വർഗം അവരുടെ മനസ്സുകളിലേക്ക് തിരുദൂതൻ ഓർമ്മപ്പെടുത്തി കൊടുത്തു. ആ സ്വർഗമാണ് കാത്തിരിക്കുന്നതെന്നും നിങ്ങൾ വന്നിടത്തേക്കുള്ള ഒരു യാത്ര മാത്രമാണ് ജീവിതമെന്നും നിരന്തരമായി അള്ളാഹുവിന്റെ റസൂലുള്ളാഹ് ആ ജനതയെ ബോധ്യപ്പെടുത്തി കൊടുത്തപ്പോ പിന്നെ ഓരോരുത്തരും സ്വപ്നം കാണുന്നത് ആ സ്വർഗത്തിന് വേണ്ടി മാത്രമായി. ചുട്ടുപഴുത്ത മണലാരണ്യത്തിൽ മലർത്തിക്കടത്തി തല്ലിയപ്പോഴും ആ സഹാബത്ത് കണ്ടത് സ്വർഗമെന്ന സ്വപ്നമാ. വെള്ളത്തിൽ മുക്കിപ്പിടിച്ച് ശ്വാസം മുട്ടിച്ചപ്പോഴും അവര് സ്വപ്നം കണ്ടത് റബ്ബിന്റെ സ്വർഗമാ. മക്കയിൽ നിന്നും സമ്പാദിച്ച കോടിക്കണക്കിന് സ്വത്തുക്കൾ മക്കയിൽ ഉപേക്ഷിച്ച് മദീനയിലേക്ക് നാടുവിടുമ്പോഴും അവര് കണ്ടത് റബ്ബിന്റെ സ്വപ്നമാ. സ്വന്തം രക്തത്തിൽ പിറന്ന മകനെ മക്കയിൽ ഉപേക്ഷിച്ച് തടഞ്ഞു വെച്ചപ്പോ ആ പൈതലിനെ മക്കയിൽ ഉപേക്ഷിച്ചു പോകാൻ ഒരു ഉമ്മയെ പ്രേരിപ്പിച്ചത് അള്ളാഹുവിന്റെ സ്വർഗം എന്ന സ്വപ്നമാണ്. ആ സ്വർഗത്തിന് വേണ്ടി സ്വപ്നം കാണാൻ തിരുദൂതൻ പഠിപ്പിച്ചപ്പോ അവരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടായി. പക്ഷേ നമ്മളിൽ പലരും ഈ ദുനിയാവിന്റെ കാര്യത്തിലായി പോയി സ്വപ്നം കാണുന്നതെന്ന് മാത്രം. ഒരുപാട് പണമുണ്ടാക്കണം,
അല്ലെങ്കിൽ നാട്ടുകാർക്കിടയിൽ പത്രാസ് കാണിച്ച് ജീവിക്കണം, അല്ലെങ്കിൽ മക്കളെ നല്ല നിലക്ക് പഠിപ്പിക്കണം, സമൂഹത്തിനിടയിൽ ഒരു നിലവാരമുള്ള കുടുംബമാകണം എന്നൊക്കെ സ്വപ്നം കാണുന്ന പലരും കാണാൻ മടിക്കുന്ന ഒരു സ്വപ്നമാ അള്ളാന്റെ സ്വർഗം. ആ സ്വർഗത്തിലേക്കുള്ള നിർഭയത്വത്തോടെയുള്ള ഒരു യാത്ര, പ്രവാചകന്മാരോടൊപ്പം സ്വർഗത്തിന്റെ ആരാമങ്ങളിലുള്ള ഒരു ജീവിതം, ഇതൊന്നും പലരും സ്വപ്നം കാണാതായി പോയി. പക്ഷേ ലോകത്തിന്റെ റസൂലുള്ളാന്റെ സഹാബത്തോ ഇസ്ലാമിക ചരിത്രം പഠിപ്പിക്കുന്നുണ്ട്. ഖൈസമ റളിയല്ലാഹു അൻഹു ഒരു വിവാഹം കഴിച്ചു, ദാമ്പത്യ ജീവിതം ആരംഭിച്ചു. ആ പെണ്ണ് ഗർഭിണിയായി. പ്രസവത്തോടുകൂടി ആ സഹോദരി മരണപ്പെട്ടു. ജനിച്ച മകനെ സഈദ് എന്ന പേരിട്ട് ഖൈസമ എന്ന വാപ്പ പൊന്നുപോലെ നോക്കി. ഓരോ മാസവും ഓരോ സമയത്തും കൊടുക്കേണ്ട പടച്ച റബ്ബിന്റെ മതബോധം കൊടുത്തു. ഇസ്ലാമിക ചരിത്രം പറയുന്നുണ്ട്, വാപ്പയാര് മകനാര് എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത നിലക്ക് സൗഹൃദത്തോടെ പരസ്പരം സ്നേഹിച്ച് ജീവിക്കുന്ന ഖൈസമാനെയും മകനെയും ഞങ്ങൾ കണ്ടു. സുബ്ഹിക്ക് പള്ളിയിൽ രണ്ടുപേരുമുണ്ട്, ഏതെങ്കിലും നല്ല കാര്യത്തിന് രണ്ടുപേരുമുണ്ട്, റസൂലുള്ള ഖുർആൻ ക്ലാസ് എടുക്കുമ്പോ രണ്ടുപേരുമുണ്ട്. അങ്ങനെ സന്തോഷത്തോടെ ജീവിക്കുന്ന ആ കാലഘട്ടത്തിൽ വീട്ടിലിരിക്കുന്ന ഒരു ദിവസം ഖൈസമ റളിയല്ലാഹു അൻഹു മദീനയിലെ തെരുവിൽ നിന്നും വല്ലാത്തൊരു ശബ്ദം കേട്ടു. അഥവാ വാളുകൾ തമ്മിൽ ഒരസുന്ന സീൽക്കാരത്തിന്റെ ശബ്ദം. ഉടനെ മകൻ സഈദിനെ അടുത്ത് പിടിച്ചിട്ട് പറഞ്ഞു, മോനെ സഈദേ, നീ ഒന്ന് മദീനയിലെ തെരുവ് വരെ പോണം. അള്ളാഹുവിന്റെ പ്രവാചകനോട് ആരെങ്കിലും യുദ്ധം ചെയ്യാൻ വന്നതാണെങ്കിൽ നീ ഉടനെ എന്നെ വിവരമറിയിക്കണം. വാപ്പാന്റെ അനുവാദത്തോടുകൂടി സഈദ് റളിയല്ലാഹു അൻഹു മദീനയിലെ തെരുവിലേക്ക് ഓടി. മണിക്കൂറുകളോളം കാത്തിരുന്നിട്ടും മകൻ തിരിച്ചു വരുന്നത് ഖൈസമ കാണുന്നില്ല. ഖൈസമ റളിയല്ലാഹു അൻഹു എന്ന വാപ്പക്ക് ആശങ്ക തോന്നി. അദ്ദേഹവും മദീനയിലേക്ക് ഇറങ്ങാനിരിക്കുമ്പോ ഓടിക്കതച്ചു വന്ന മകൻ സഈദ് വാപ്പയോട് ചോദിച്ചു, വാപ്പ, നിങ്ങളുടെ വാളെവിടെ? നിങ്ങൾ ഉപയോഗിച്ചിരുന്ന വാളെവിടെ? ചൂണ്ടിക്കാണിച്ച ഭാഗത്തു നിന്നും വാളെടുത്ത് തരയിൽ തിരിച്ചോടുന്ന സഈദിനെ ചേർത്ത് പിടിച്ചിട്ട് ഖൈസമ എന്ന വാപ്പ ചോദിച്ചു, മോനെ സഈദേ, നിന്നെ ഞാനൊരു വിവരമറിയാൻ പറഞ്ഞയച്ചതല്ലേ? എന്താണ് ആ ശബ്ദം? സഈദ് റളിയല്ലാഹു അൻഹു ആവേശത്തോടെ സന്തോഷത്തോടെ പറഞ്ഞു, വാപ്പ, അത് റസൂലിനെ ആരും ഉപദ്രവിക്കുന്ന ശബ്ദമല്ല, മറിച്ച് അല്ലാഹുവിന്റെ റസൂലുള്ള ഒരു പട നയിക്കുന്നുണ്ട് ശത്രുവിന്റെ നേരെ. ആ യുദ്ധത്തിൽ പങ്കെടുക്കാൻ യുവാക്കളെ സ്വാഗതം ചെയ്തിട്ടുണ്ട്. പല യുവാക്കളും എന്റെ പ്രായമെത്തിയവർ ആ യുദ്ധത്തിൽ പങ്കെടുക്കാൻ വന്നിട്ടുണ്ട്. അതുകൊണ്ട് വാപ്പ, എനിക്കും ആ യുദ്ധത്തിൽ പങ്കെടുക്കണം. ആ യുദ്ധത്തിൽ ആരെങ്കിലും മരണപ്പെട്ടാൽ അവർക്ക് സ്വർഗമുണ്ടെന്നും ഹബീബായ പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട് വാപ്പ. പിതാവിന്റെ അനുവാദത്തോടുകൂടി മകൻ യുദ്ധത്തിന് പോകാനിറങ്ങുമ്പോ അവസാനമായി മകനെ അടുത്തു പിടിച്ച് ഖൈസമ റളിയല്ലാഹു അൻഹു എന്ന വാപ്പ പറഞ്ഞു, മോനെ, അഥവാ യുദ്ധത്തിൽ പിതാക്കന്മാർക്കും പങ്കെടുക്കാൻ അവസരമുണ്ടെങ്കിൽ നീ ഈ പിതാവിനെ വിവരമറിയിക്കണം. അല്ലെങ്കിൽ മോനെ, നിനക്ക് പകരം വാപ്പക്ക് പങ്കെടുക്കാമെങ്കിൽ നിനക്ക് പകരം വാപ്പയായ ഞാൻ പങ്കെടുത്തുകൊള്ളാം. തന്നോട് അത് സംസാരിച്ച ഉപ്പാന്റെ മുഖത്ത് നോക്കി സഈദ് എന്ന ചെറുപ്പക്കാരൻ തിരിച്ചു പറഞ്ഞ മറുപടി ഇസ്ലാമിക ലോകത്ത് ഇങ്ങനെ രേഖപ്പെടുത്തി, പൊന്നുവാപ്പ, ജനിച്ച അന്നു മുതൽ നിങ്ങൾ എന്നെ മോഹിപ്പിക്കുന്നതാണ് സ്വർഗം. നിങ്ങളുടെ രാവും പകലുമുള്ള സംസാരങ്ങളിൽ അള്ളാന്റെ സ്വർഗം ഞാൻ കൺമുൻപിൽ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ വാപ്പ പോകുന്നതിന്റെ മുൻപേ എനിക്ക് അള്ളാന്റെ സ്വർഗത്തിൽ പോണം. അതുകൊണ്ട് എനിക്ക് നിങ്ങൾ അനുവാദം തരണം. ആ യുദ്ധക്കളത്തിൽ മകൻ മരണപ്പെട്ടു എന്ന് കേട്ടപ്പോ ഒരു തുള്ളി കണ്ണുനീര് പൊഴിയാതെ, അല്ലാഹുവേ, എൻ്റെ മകനോടൊപ്പം നിന്റെ സ്വർഗത്തിൽ എനിക്കും നീ ഒരു പരിഗണന തരണം എന്ന് പ്രാർത്ഥിക്കുന്ന സ്വപ്നലോകത്തായിരുന്നു സഹാബത്ത്. അങ്ങനെയാ അവര് മാറിയത്. അതുകൊണ്ട് തന്നെയാ അല്ലാഹു വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ചതും ആർക്കാണ് റബ്ബിന്റെ സ്വർഗം? ഇല്ലാമൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. നെറ്റിത്തടത്തിലെ കറുത്ത അടയാളം നോക്കിയിട്ടല്ല, മറ്റേതെങ്കിലും ജനങ്ങൾക്കിടയിലുള്ള സൽപ്പേരും സമ്പത്തും നോക്കിയിട്ടല്ല. ഇല്ലാമൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. കുറ്റമറ്റ മനസ്സുമായി, ഹൃദയത്തിന്റെ തെളിമയുമായി അള്ളാനെ കണ്ടുമുട്ടുന്നവർ ആരാണോ അവർക്കാണ് റബ്ബിന്റെ സ്വർഗം. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ തിരുദൂതൻ സഹാബത്തിനെ പഠിപ്പിച്ചു, എന്താണ് ആ ഹൃദയത്തിന്റെ ലക്ഷണം? എന്റെയും നിങ്ങളുടെയും ഹൃദയം അള്ളാഹുവിന്റെ അടുത്ത് സ്വീകരിക്കപ്പെടുന്നതാണോ എന്നറിയാൻ അള്ളാഹുവിന്റെ തിരുദൂതൻ പഠിപ്പിച്ചു,
എന്താണ് ആ ഹൃദയത്തിന്റെ ലക്ഷണം? ആ തിരുദൂതൻ ഓർമ്മപ്പെടുത്തുന്നു, ആ ഹൃദയം എപ്പോഴും പരിശുദ്ധമായിരിക്കും. ഒരാളോടും പറഞ്ഞതിന്റെ പേരിൽ ആ മനസ്സ് സങ്കടപ്പെടില്ല. ഒരാളുടേതും കവർന്നെടുത്തതിന്റെ പേരിൽ അവൻ ഒറ്റക്കിരുന്ന് കരയേണ്ടി വരില്ല. ഒരു മോശം കണ്ടുപോയതിന്റെ പേരിൽ, കേട്ടുപോയതിന്റെ പേരിൽ അവന്റെ നെഞ്ചകം സങ്കടം കൊണ്ട് വീർപ്പുമുട്ടില്ല. ഏത് സമയത്തും അത് പരിശുദ്ധമായിരിക്കും. നാട്ടിലാണെങ്കിലും അന്യദേശത്താണെങ്കിലും യാത്രയിലാണെങ്കിലും ഇരുട്ടുള്ള റൂമിലാണെങ്കിലും അവന്റെ ഹൃദയം ഏത് സെക്കൻഡും പരിശുദ്ധമായിരിക്കും. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ഏതെങ്കിലും ഒരു മുഅ്മിനിന്റെ, ഒരു വിശ്വാസിയായ മനുഷ്യന്റെ ലക്ഷ്യം പരലോകമാണെങ്കിൽ ഐശ്വര്യം അവന്റെ ഹൃദയത്തിൽ അല്ലാഹ് ഇട്ടുകൊടുക്കും. ഒരു വിശ്വാസിയുടെ ലക്ഷ്യം അള്ളാന്റെ പരലോകമാണെങ്കിൽ അവന്റെ ഹൃദയത്തിൽ ഐശ്വര്യം അല്ലാഹ് ഇട്ടുകൊടുക്കും. പിന്നെ കിട്ടുന്നതിലൊന്നും അവന് തൃപ്തിക്കുറവുണ്ടാവൂല. ഓന്റെ ഓരോ നിമിഷത്തിന്റെ പേരിലും അവൻ ബേജാറാവൂല. അവന്റെ ഹൃദയത്തിൽ ആ ഐശ്വര്യം അല്ലാഹ് നിക്ഷേപിക്കും. മാത്രമല്ല, അവന്റെ ചിന്ത ഏകാഗ്രമായിരിക്കും. അവന്റെ ചിന്ത കൈവിട്ടു പോകില്ല. അല്ലാഹ് നിരക്കാത്തതും അല്ലാഹ് ഇഷ്ടപ്പെടാത്തതിന്റെ പിന്നാലെയും അവന്റെ ഹൃദയം, അവന്റെ ചിന്തകൾ പോകില്ല. അങ്ങനെയുള്ള അവന്റെ ജീവിതത്തിൽ അല്ലാഹു നല്ല സമ്പത്തുകളെ അവനോട് കൂട്ടിച്ചേർക്കും. അഥവാ ഒരു മനുഷ്യൻ അള്ളാന്റെ പരലോകം സ്വപ്നം കാണുന്നവനാണെങ്കിൽ അവന് ഐശ്വര്യം അല്ലാഹ് എത്തിച്ചു കൊടുക്കും. അവന്റെ സമ്പത്തിൽ അല്ലാഹ് ഐശ്വര്യം ഉണ്ടാക്കും. ഒരാളുടെയും സങ്കടമില്ലാത്ത പണം അവനോട് റബ്ബ് ചേർക്കും. അവന്റെ ചിന്തകളും കാഴ്ചകളും അല്ലാഹ് ഏകാഗ്രമാക്കും. എന്നാൽ തിരുദൂതൻ പഠിപ്പിച്ചു, ഏതെങ്കിലും ഒരുത്തന്റെ ചിന്ത അല്ലെങ്കിൽ അവന്റെ മനസ്സിന്റെ സ്വപ്നം ദുനിയാവാണെങ്കിൽ, ഇഹലോകമാണെങ്കിൽ അവന്റെ ഹൃദയത്തിൽ നിന്നും അല്ലാഹ് ഐശ്വര്യം എടുത്തു കളയും. ഐശ്വര്യം എടുത്തു കളയുന്നതിന്റെ ലക്ഷണം എന്താ? ഒന്നും അങ്ങോട്ട് തൃപ്തിയാവൂല. പടച്ചോൻ കുറെ പണം കൊടുക്കും, അതങ്ങോട്ട് റാഹത്താവൂല. അല്ലാഹ് മക്കളെ കൊടുക്കും, ഒന്നും നേർവഴിക്ക് വരൂല. പടച്ചോൻ വീട് കൊടുക്കും, ഒരു സമാധാന പൊരയിൽ ഉണ്ടാവൂല. അഥവാ ഐശ്വര്യം അല്ലാഹ് എടുത്തു കളയും. അവന്റെ ചിന്തകൾ അവനെ കൈവിട്ട് കളയും. ഒന്നിലും ഉറച്ചു നിൽക്കാൻ അവന്റെ മനസ്സ് സമ്മതിക്കില്ല. എന്തെങ്കിലും ഒന്ന് കിട്ടുമ്പോഴേക്കും അതിനേക്കാൾ വലുത് ചിന്തിക്കും. എന്തെങ്കിലും ഒന്ന് ആകുമ്പോഴേക്കും അതിനേക്കാൾ അപ്പുറം അവനെ അലോസരപ്പെടുത്തും. അങ്ങനെയുള്ളവരാ നമ്മളിൽ പലരും. എല്ലാവരും പറയുന്നൊരു വാക്കില്ലേ, നിസ്കരിക്കലൊക്കെ ഉണ്ട്, മനസ്സിനൊരു ഏകാഗ്രത കിട്ടുന്നില്ല, കൈവിട്ടു പോകുന്നു, എവിടേക്കൊക്കെയോ ചിന്ത പോകുന്നു. നിസ്കരിക്കാൻ നിന്നാൽ എവിടെയാ ചിന്ത ഓർമ്മല്ല. കാരണം അവന്റെ ഹൃദയത്തിലുള്ള ഐശ്വര്യം അല്ലാഹ് എടുത്തു കളയും. മാത്രമല്ല, അവന്റെ സമ്പത്തിൽ ഐശ്വര്യവും നന്മയും ഉണ്ടെന്ന് അവനു പോലും ചിന്തിക്കാൻ പറ്റാത്തൊരവസ്ഥ വരും. എന്റെ മുതൽ ബാങ്കിൽ ഒരു 10 ലക്ഷം, അല്ലെങ്കിൽ എന്റെ വീട്, അല്ലെങ്കിൽ എന്റെ കച്ചവട സ്ഥാപനം, എന്റെ ക്രയവിക്രയം അതിൽ ഹലാലാണോ മുഴുവനും എന്ന് ചോദിച്ചാൽ അതിനൊരു ഉത്തരം പറയാൻ പോലും അത്തരക്കാരെ കൊണ്ട് സാധിക്കില്ല. ആ മനസ്സിന്റെ ഉടമകൾ അല്ലാഹ് വെറുത്ത മനസ്സിന്റെ ഉടമകളാണ്. അതുകൊണ്ട് ആവർത്തിച്ച് അള്ളാന്റെ ഹബീബായ റസൂലുള്ള പഠിപ്പിച്ചതും ഹൃദയം അത് നിങ്ങൾ നന്നാക്കണം, കുറ്റമറ്റതാക്കണം. ആ മനസ്സാണ് റബ്ബ് പരിഗണിക്കുക. മനസ്സിന്റെ ഉള്ളിൽ ആരുമറിയാതെ ചിന്തിക്കുന്നത് പോലും അള്ളാഹുവിന്റെ കോടതിയിൽ അല്ലാഹ് വിചാരണക്കായി എടുക്കും. നമ്മളൊന്നും പുറമെ കാണിക്കൊള്ളണമെന്നില്ല, ഉള്ളുകൊണ്ട് നടന്നാ മതി. അതുകൊണ്ടാണല്ലോ അന്ധനായ അബ്ദുല്ലാഹിബ്നു ഉമ്മി മക്തൂം എന്ന സ്വഹാബി മദീന പള്ളിയിലേക്ക് നടക്കുകയാണ്. ആ നടത്തത്തിനിടയിൽ തൊട്ടപ്പുറത്ത് നിന്ന് റസൂലുള്ളാന്റെ സംസാരം കേട്ടു. എന്താണ് ആ സംസാരം? അള്ളാന്റെ റസൂല് ദീനീപരമായ ചില കാര്യങ്ങൾ ചില ആളുകളോട് സംസാരിക്കുകയാണ്. പക്ഷേ റസൂലാണെന്ന് അബ്ദുള്ള അറിഞ്ഞത് ആ ശബ്ദം കേട്ടപ്പോ മാത്രമാണ്. റസൂലുള്ളാന്റെ മുൻപിലുള്ളതാരെന്നോ അല്ലെങ്കിൽ പ്രവാചകൻ ഒറ്റക്കാണെന്നോ ഇതൊന്നും അബ്ദുല്ലാഹിബ്നു ഉമ്മി മക്തൂമിന് അറിയില്ല. കാരണം അദ്ദേഹം കണ്ണ് കാണാത്ത അന്ധനായ ഒരു മനുഷ്യനാ. ആ ശബ്ദം കേട്ട ഭാഗത്തേക്ക് നോക്കി അബ്ദുള്ള റളിയല്ലാഹു അൻഹു ഉറക്കെ പറഞ്ഞു, അല്ലിന്നി, എന്നെയും അതിലേക്കൊന്ന് ചേർക്കണം റസൂലേ, എനിക്കും എന്തെങ്കിലുമൊക്കെ ഒന്ന് ദീനീപരമായിട്ട് പറഞ്ഞു തരണം. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലെ പ്രമാണിമാരുമായി സംസാരിക്കുകയാണ്. അവർക്ക് ദീൻ പറഞ്ഞു കൊടുക്കുകയാണ്. അബ്ദുള്ള റളിയല്ലാഹു അൻഹുവിന്റെ ശബ്ദം കേട്ടപ്പോ റസൂലുള്ള അബ്ദുള്ളാന്റെ നേരെയൊന്ന് തിരിഞ്ഞു. ആ തിരിഞ്ഞ അതേ സെക്കൻഡിൽ ഹബീബായ റസൂലിന്റെ മനസ്സിലൊരു ചിന്ത വന്നു. അബ്ദുള്ള എന്തായാലും മുസ്ലിമായ വ്യക്തിയാ, ഈ പ്രമാണിമാർ ഇസ്ലാമിലേക്ക് വന്നിട്ടില്ല,
അതുകൊണ്ട് അബ്ദുള്ളക്ക് പിന്നെ സംസാരിക്കാം, ഞാൻ ഈ പ്രമാണിമാരോട് തന്നെ സംസാരിക്കട്ടെ. റസൂലുള്ള വീണ്ടും ആ പ്രമാണിമാരോട് സംസാരിക്കാൻ തുടങ്ങി. 3 തവണ റസൂലിനോട് ആവശ്യം പറഞ്ഞിട്ടും ഒന്നും തിരിച്ചു കേൾക്കാതായപ്പോ കണ്ണു കാണാത്ത അബ്ദുല്ലാഹിബ്നു ഉമ്മി മക്തൂം എന്തോ കരുതിയിട്ടുണ്ടാകും, റസൂല് തിരക്കിലോ അല്ലെങ്കിൽ റസൂലുള്ളാഹിന്റെ വേറെ ആരോടോ എന്നൊക്കെ കരുതിയിട്ടുണ്ടാവാം. അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു മദീനത്തെ പള്ളിയിലേക്ക് എത്തി. അദ്ദേഹത്തിന്റെ ഇബാദത്തിൽ മുഴുങ്ങി. മണിക്കൂറുകൾക്കുള്ളിൽ നസലൽ അമീനു മലക്ക് ജിബ്രീൽ വാനലോകത്ത് നിന്നിറങ്ങി വന്നു. എന്തിന്? റസൂലുള്ളാഹിനോട് ഗുണദോഷം നടത്താൻ. എന്താണ് ആ ഗുണദോഷം? അബസ വതവല്ല അൻ ജാഅഹുൽ അഅ്മാ. റസൂലേ, നിങ്ങളാ ചെയ്തത് ശരിയായില്ലട്ടോ. നിങ്ങളുടെ അടുത്തൊരു അന്ധൻ വന്നപ്പോ അവന്റെ നേരെ മുഖം ചിരിച്ച് അവനോടൊരു 2 വർത്താനം പറയാത്ത ശരിയായില്ലട്ടോ. അള്ളാഹുവിന്റെ ഹബീബായ റസൂല് എന്നോട് മിണ്ടാത്തതാണെന്നും റസൂലുള്ളാഹിനെ കണ്ടിട്ടുണ്ടെന്ന് പോലും ഈ അബ്ദുള്ള റളിയല്ലാഹു അൻഹുവിന് അറിയില്ല. പക്ഷേ റസൂലിന്റെ മനസ്സിലുള്ള ആ തൂക്കി നോക്കൽ, അബ്ദുള്ള മുസ്ലിം ആയതാ, പ്രമാണിമാർക്ക് പ്രാധാന്യം കൊടുക്കട്ടെ എന്ന ആ ഉള്ളിലെ ചിന്തയുണ്ടല്ലോ റസൂലേ, അത് ശരിയായില്ല. നിനക്ക് എന്തറിയാം റസൂലേ? നീ ആ മനസ്സിൽ തൂക്കി നോക്കിയത് ശരിയാന്ന് കരുതുന്നുണ്ടോ? ഈ പ്രമാണിമാരാണ് വലുതെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? ഈ ആയത്തിന്റെ നിർവചനത്തിൽ നമ്മൾ പഠിക്കേണ്ട ഒരു പാഠമുണ്ട്. മനസ്സിന്റെ ഉള്ളിലുണ്ടായാ മതി അള്ളാന്റെ അടുത്ത് ചോദ്യം ചെയ്യപ്പെടാൻ. ഇതിന്റെ ഉള്ളു കൊണ്ടടക്കുക ഞാൻ എന്ന് പറഞ്ഞ് പോരിശ കാണിക്കണ്ട. അത് വാക്കുകൊണ്ടുള്ളതാണെങ്കിലും പെരുമാറ്റം കൊണ്ടുള്ളതാണെങ്കിലും നമ്മളെ ഉള്ളിലുണ്ടാകുന്ന അഹങ്കാരം, അഹന്ത, പൊങ്ങച്ചം, ഈഗോ, മറ്റുള്ളവരോട് കാണിക്കുന്ന ഒരു തരം നമ്മളുടെ ചെറിയ സ്വഭാവം അഥവാ അവരെ ചെറുതാക്കി കാണൽ, ഇതൊക്കെ നമ്മളെ ഉള്ളിലേ ഉണ്ടാകൂ. പുറത്ത് ചിലപ്പോൾ ചിരിച്ചെന്ന് വരും, പക്ഷെ അള്ള പരിഗണിക്കുക ആ ഉള്ളകം നോക്കിയിട്ട. അതുകൊണ്ട് റബ്ബ് ആവർത്തിച്ച് പറഞ്ഞതും നിങ്ങളുടെ ഉള്ളകം നന്നാക്കണം, നെഞ്ചകം ശുദ്ധമാക്കണം. അങ്ങനെ റബ്ബ് ഇഷ്ടപ്പെട്ടൊരു ഹൃദയത്തിന്റെ ഉടമകളാണ് എന്ന് നിങ്ങൾക്ക് അനുഭവിക്കണമെങ്കിൽ 2 ഗുണം നിങ്ങളിൽ ഉണ്ടാകും. അത് നിങ്ങളിൽ ഉണ്ടെങ്കിൽ അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ടൊരു മനസ്സിന്റെ ഉടമയായിരിക്കും നമ്മൾ. അതിലൊന്ന്, അള്ള ദുനിയാവിൽ തരുന്നത് എന്തും മനസ്സമാധാനത്തോടെ നേരിടും. സാമ്പത്തികമാണോ, ദാരിദ്ര്യമാണോ, സൂക്കേടാണോ, ആരോഗ്യമാണോ, എന്തും മനസ്സമാധാനത്തോടെ അവർ നേരിട്ടുകൊണ്ടിരിക്കും. കാരണം അവര് ചിന്തിക്കുക, ഇതൊക്കെ പടച്ചോന്റെ ഒരു ബർക്കത്ത, അള്ളാന്റെ ഒരു പരീക്ഷണ, ഇത് നീങ്ങിക്കളയാൻ നിമിഷം മതി എന്ന് ചിന്തിക്കും. അത് ദാരിദ്ര്യമാണെങ്കിലും ലാഭമില്ലായ്മയാണെങ്കിലും പണം കുമിഞ്ഞുകൂടുന്നതാണെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളാണെങ്കിലും എല്ലാറ്റിനും ഒരു അവസാനമുണ്ട്. എനിക്ക് അനുഭവിക്കുന്നത് കൊണ്ടൊക്കെ അള്ളാന്റെ അടുത്ത് നേട്ടം ഉണ്ടാകൂ എന്ന ഒരു മനസ്സമാധാനം അവരുടെ ഹൃദയത്തിലുണ്ടാകും. എപ്പോഴും അവരുടെ ഹൃദയത്തിൽ അവരുടെ മനഃശാന്തി ഒരു തണുപ്പായിട്ട് അങ്ങനെ കൊടുക്കും. അഥവാ എല്ലാറ്റിനെയും അള്ളാന്റെ അടുത്തേക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു മനസ്സ്. അള്ള വിചാരിച്ച എല്ലാം ശരിയാവും, അള്ള വിചാരിച്ചിട്ടില്ലേ ഒന്നും കിട്ടൂല എന്ന ഒരു മനസ്സ് ആ ഹൃദയത്തിന്റെ ഉടമകൾക്കുണ്ടാകും. 2ാമത്തെ ലക്ഷണം, ദീനിന്റെ കാര്യത്തിൽ ആ മനസ്സ് ജാഗ്രത കാണിക്കും. അത് അത്തഹിയ്യാത്തിൽ ഇരിക്കുമ്പോഴാണെങ്കിലും ഒളു എടുക്കുമ്പോഴാണെങ്കിലും ഒരു കാര്യം ദീനീ വിഷയമാണെന്നറിഞ്ഞാൽ ഒരു പ്രത്യേക ജാഗ്രത ഉണ്ടാകും. പൈപ്പ് തുറക്കുമ്പോ, 3 തവണ കഴുകുമ്പോ, കുലുക്കുയ്യുമ്പോ, വെള്ളമാക്കുമ്പോ, അല്ലെങ്കിൽ തല തടവുമ്പോ, കാല് കഴുകുമ്പോ, ഡ്രസ് ധരിക്കുമ്പോ, ബാത്റൂം കയറുമ്പോ, ഏത് രംഗത്തും ഒരു ജാഗ്രതയുണ്ടാകും. ഞാൻ ഈ ചെയ്തത് അള്ളാന്റെ ദീനിനോട് ചേർന്ന് നിൽക്കുന്ന കോലത്തിലാണോ? അത് വാക്കിലും പ്രവൃത്തിയിലും പെരുമാറ്റത്തിലും എല്ലാ ഇടപെടലുകളിലും ഉണ്ടാകും. അതുകൊണ്ടാ കറന്നെടുക്കാത്ത പാലുമായി വന്ന, അകിടുമായി വന്ന ആ സ്വഹാബിയെ അള്ളാന്റെ റസൂല് തിരിച്ചയച്ചിട്ട് പറഞ്ഞു, എന്റെ ഉദ്ദേശം വേറെയാ, അതുകൊണ്ട് ജാഗ്രത കാണിക്കണം, അതിനെ കറന്നിട്ട് വാ. ആ ഒരു മനസ്സ് അവർക്കുണ്ടാകും. ദീനിന്റെ വിഷയത്തിലും അവർക്ക് ജാഗ്രത ഉണ്ടാകും, ദുനിയാവിന്റെ വിഷയത്തിലും അവർക്കൊരു ജാഗ്രതയുണ്ടാകും. അള്ളാഹുവിന്റെ തിരുദൂതന്റെ ജീവിതത്തിൽ ആ ഒരു സന്ദർഭം കൃത്യമായി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ലോകത്തിന്റെ റസൂലുള്ള സിദ്ദീഖുൽ അക്ബറിന്റെ കൂടെ നാടുവിടുന്ന സമയം സഹാബാക്കൾക്കിടയിൽ നിന്നും ശത്രുക്കൾക്കിടയിൽ നിന്നും റസൂലുള്ളാഹിനെയും കൂട്ടി അബൂബക്കർ റളിയല്ലാഹു അൻഹു സൗർ ഗുഹയിൽ അഭയം തേടിയപ്പോ ഗുഹയുടെ മുൻഭാഗത്തേക്ക് ശത്രുവിന്റെ കാലടയാളം എത്തി. ഗുഹയുടെ മുൻപിൽ വന്ന് അവര് തെരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയം സങ്കടത്തോടെ കരയുന്ന സിദ്ദീഖുൽ അക്ബർ റസൂലിനോട് ചോദിച്ചു, അള്ളാന്റെ റസൂലേ, അവര് നമ്മളെ കണ്ടാൽ നമ്മളെ അവര് കൊല്ലും, നിങ്ങളെയും അവര് കൊല്ലും. അള്ളാന്റെ റസൂലുള്ള പുഞ്ചിരിയോടെ പറഞ്ഞു,
ലാ തഹ്സൻ യാ അബൂബക്കർ ഇന്നല്ലാഹ മഅനാ, അബൂബക്കറെ കരയല്ലേ, നമ്മുടെ കൂടെ അല്ലാഹു ഉണ്ട്, മൂന്നാമനായി റബ്ബുണ്ട്. അതാണ് ഹൃദയത്തിന്റെ നന്മ, അതാണ് മനസ്സമാധാനം, അതാണ് പ്രതീക്ഷ. നമ്മൾ ആരുടേതും കട്ടിട്ടില്ല, ഒരാളുടേതും പിടിച്ചു പറിച്ചിട്ടില്ല, ഒരാളെയും കരയിപ്പിച്ചിട്ടില്ലെങ്കിൽ പിന്നെ മനസ്സമാധാനത്തിന് വേറെ വഴിക്ക് പോകണ്ട. ആ മനസ്സുണ്ടായാൽ മതി. നിന്റെ ഒരു ഉറുപ്പിയെ പോലും ഒരാളെ കണ്ണീര് പറ്റിയിട്ടില്ല, നിന്റെ പെരുമാറ്റം കൊണ്ട് ഒരാളും കുടുംബം മുറിച്ചിട്ടില്ല, നിന്റെ നാവ് കൊണ്ട് ഒരാൾ എന്നോട് വെറുപ്പ് പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു മനസ്സമാധാനം ഉണ്ടോ? ഓം വിശ്വാസിയ. ആ വിശ്വാസം നമ്മക്കില്ലേ? എന്തോ പോരായ്മ നമ്മുടെ ജീവിതത്തിലുണ്ട്. നമ്മളെ നാവോ പെരുമാറ്റമോ എവിടെയോ അള്ളാഹ്ക്കെതിരെ പോയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ തിരുദൂതൻ ആ പറയുന്ന അതേ സെക്കൻഡിൽ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു തിരിച്ചു ചോദിച്ചൊരു ചോദ്യമുണ്ട്. അള്ളാഹുവിന്റെ റസൂലേ, നിങ്ങളെ അവർ കൊന്നുകളയും എന്നതാണ് എന്റെ പേടി. ദീനിന്റെ പേരിലുള്ള ഒരു ജാഗ്രത, ദീനിന്റെ പേരിലുള്ള ഒരു മനസ്സ്. റസൂലുള്ള കൊല്ലപ്പെട്ടാൽ ഈ മതം അതോടെ തീരും. പിന്നെ ഹബീബായ റസൂലിന്റെ മതത്തിന് വളർച്ചയുണ്ടാകാതായി പോകുമോ എന്ന ഭയം. ആ മനസ്സാണ് അള്ളാഹ് ഇഷ്ടപ്പെടുന്ന ഇബാദത്തുള്ള അടിമകളുടെ ഏറ്റവും അള്ളാന്റെ അടുത്ത് സ്വീകരിക്കപ്പെടുന്ന ഒരു മനസ്സ് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തി. മഹാനായ മുൻഗാമികളുടെ ചരിത്രകാരൻ ഉമർ ഖയ്യാം അദ്ദേഹത്തിന്റെ ഒരു കവിതയിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്: ഞാൻ എൻ്റെ ജീവിതത്തിന് ആവശ്യങ്ങളുടെ കുപ്പായമണിഞ്ഞു. എൻ്റെ ജീവിതത്തിന് എന്താ ലക്ഷ്യമെന്ന് ചിന്തിച്ചപ്പോ കുറെ ആവശ്യങ്ങളുടെ കുപ്പായം ഞാൻ എൻ്റെ ശരീരത്തിൽ അണിഞ്ഞു. അന്നു മുതൽ എനിക്ക് സമാധാനം നഷ്ടപ്പെട്ടു. വീടുണ്ടാക്കണമെന്ന് തോന്നി, എങ്ങനെയൊക്കെയോ അത് ഉണ്ടാക്കി. കുറച്ച് കഴിഞ്ഞപ്പം ഒരു വാഹനം വേണമെന്ന് തോന്നി, അവിടുന്ന് ഇവിടുന്ന് ഒക്കെ കടം വാങ്ങി വാഹനം വാങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോ ഒരു 10 സെന്റ് ഒക്കെ എവിടെയും വാങ്ങിടണമെന്ന് തോന്നി, അതിനായി പിന്നെ ജീവിതത്തിന്റെ ആവശ്യങ്ങളുടെ കുപ്പായം മാത്രം ധരിച്ചപ്പോ എനിക്ക് സമാധാനമില്ലാതെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം ഞാൻ ഓടാൻ തുടങ്ങി. അവസാനം എനിക്ക് മനസ്സിലായി, ഇതൊന്നും എനിക്ക് സന്തോഷം തന്നിട്ടില്ല എന്ന്. മരിക്കുന്നത് വരെ ഈ ആവശ്യങ്ങളുടെ പിന്നാലെയുള്ള യാത്ര എനിക്കൊരു മനസ്സമാധാനവും തന്നിട്ടില്ല എന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ആ കുപ്പായം അഴിച്ചു മാറ്റി ദൈവതൃപ്തിയുടെ, സമാധാനത്തിന്റെ അഥവാ പരലോകത്തിന്റെ ഒരു കുപ്പായം അത് ഞാൻ എടുത്തു ധരിച്ചു. അതോടുകൂടി എനിക്ക് സമാധാനം എൻ്റെ കണ്ണിൽ കാണാൻ സാധിച്ചു. അള്ളാഹ് അത്രേ തന്നിട്ടുള്ളൂ, ഞാൻ സബൂറാക്കി. അള്ളാഹ് എനിക്കതേ വിധിച്ചിട്ടുള്ളൂ, ഞാൻ സമാധാനാക്കി. കാരണം ചെന്നു ചേരുന്ന എൻ്റെ മരണം സമാധാനത്തോടെയാക്കാൻ പറ്റും എന്നെനിക്ക് ബോധ്യപ്പെട്ടു. അതുകൊണ്ട് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചതും ഈ മാർഗം, മനസ്സമാധാനത്തോടെ അള്ളാഹുവിന്റെ സ്വർഗം സ്വപ്നം കണ്ടിട്ടുള്ള ഒരു ജീവിതം, അതാണ് അള്ളാഹ് ആഗ്രഹിക്കുന്നത് നമ്മളിൽ നിന്ന്. അല്ലാതെ ദുനിയാവിൽ എന്തൊക്കെയോ കാണിച്ചുകൂട്ടി, കുറെ തമ്മ് തച്ച് പണങ്ങി, സ്വത്തിന്റെ പേരിൽ കടിപിടി കൂടി, ആൾക്കാർക്ക് മുൻപിൽ നാണം കെട്ട്, പിന്നെ മയ്യത്ത് നിസ്കരിക്കാൻ 10,000 പള്ളിയിൽ വന്ന, അതുകൊണ്ട് പ്രത്യേകിച്ച് നേട്ടണ്ടെന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടില്ല. ജീവിച്ചിരിക്കുന്ന ഓരോ നിമിഷവും അള്ളാഹുവിന്റെ തൃപ്തിയും റബ്ബിന്റെ സ്വർഗവും സ്വപ്നം കണ്ടാൽ നമ്മളെ ഓരോ മേഖലയും നന്നാവും. ഒരാളും നമ്മൾ കാരണം കരയില്ല. ഒരു വാക്ക് പറയുമ്പോൾ പോലും നമ്മൾ സൂക്ഷിക്കും. നമ്മുടെ സ്വപ്നം അള്ളാന്റെ സ്വർഗമാണെങ്കിൽ. അതുകൊണ്ടായിരുന്നല്ലോ പ്രവാചകൻ പ്രയാസങ്ങളുടെ തീച്ചുളയിൽ ജീവിക്കുമ്പോഴും ഖദീജ ബീവി റസൂലിനെ നെഞ്ചോട് ചേർത്ത് ആശ്വസിപ്പിച്ചത് എന്തുകൊണ്ടാ? പലപ്പോഴും നാട്ടുകാർ കുറ്റപ്പെടുത്തി റസൂലുള്ളാഹിനെ എറിഞ്ഞോടിച്ചപ്പോഴും കമാ എന്നൊരു മുറുത്ത സംസാരം സംസാരിക്കാതെ ഖദീജ ബീവി റസൂലിനെ നെഞ്ചോട് ചേർത്ത് പറഞ്ഞു, അള്ളാന്റെ റസൂലേ, അള്ളാഹ് നിങ്ങളെ കൈവിടില്ല. ആ സ്വർഗം എന്ന സ്വപ്നം ഖദീജ ബീവിന്റെ സ്വപ്നവും അള്ളാന്റെ സ്വർഗായിരുന്നു, റസൂലിന്റെ സ്വപ്നവും അള്ളാന്റെ സ്വർഗായിരുന്നു. അതുകൊണ്ട് തന്നെ കല്യാണത്തിന്റെ ഇടയ്ക്ക് അവരുടെ പ്രായ വ്യത്യാസമോ പരീക്ഷണങ്ങളോ ആൺമക്കൾ മരിച്ചുപോയതോ നാട്ടിൽ ഒറ്റപ്പെട്ടതോ അബൂത്വാലിബിന്റെ തായ്വരെ കൊണ്ടുവച്ച് പട്ടിണി കിട്ടതോ അവരെ ദാമ്പത്യത്തിൽ ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല. കാരണം ഖദീജ സ്വർഗമാ സ്വപ്നം കണ്ടത്, റസൂലും സ്വർഗമാ സ്വപ്നം കണ്ടത്, ആ മക്കളും സ്വർഗമാ സ്വപ്നം കണ്ടത്. അതുകൊണ്ട് തന്നെ മക്കൾ സമൂഹത്തിനിടയിൽ ആക്ഷേപിക്കപ്പെട്ടപ്പോഴും സ്വന്തം മകൾ ഒട്ടകപ്പുറത്തുനിന്ന് തള്ളിയിട്ട് ശത്രുക്കൾ കൊന്നപ്പോഴും അള്ളാന്റെ റസൂല് കരഞ്ഞിട്ടില്ല, പ്രവാചകന്റെ മക്കൾ കരഞ്ഞിട്ടില്ല. കാരണം അവർ ലക്ഷ്യം വെച്ചത് റബ്ബിന്റെ സ്വർഗമാ. നമ്മളിൽ പലർക്കും ദുനിയാവാ വേണ്ടേ. മരിക്കുന്നതിന്റെ ഇടക്ക് കുറെ ആൾക്കാർ വാരി പിടിക്കുകയും ചെയ്യും. പക്ഷെ സ്വത്തായും സമ്പാദ്യായും എന്നുള്ളതല്ലാതെ ജീവിച്ചിരിക്കുമ്പോൾ ഒരു മനസ്സമാധാനം കിട്ടിയിട്ടില്ലേ? പിന്നെ എന്ത് നേട്ടാ മനുഷ്യരെ പൈസ കൊണ്ടും ദുനിയാവ് കൊണ്ടും നമ്മൾ ഉണ്ടാക്കിയത്? കിട്ടുന്നത് 10 കൊല്ലാണെങ്കിലും
അത് മനസ്സറിഞ്ഞ് സ്നേഹിച്ച് ജീവിക്കാൻ പറ്റണം. എങ്കിലും മരിക്കാൻ കിടക്കുമ്പോഴെങ്കിലും ഒരു സമാധാനം ഉണ്ടാവും. എൻ്റെ മക്കളൊപ്പരം, കുടുംബത്തിന്റെ ഒപ്പരം, ഭാര്യന്റെ ഒപ്പരം എൻ്റെ ഏറ്റവും നല്ല സ്നേഹം കാണിച്ച് മാതാപിതാക്കളെ കൂടെ ജീവിച്ചോനാ ഞാനെന്നുള്ളൊരു ആത്മവിശ്വാസം ഉണ്ടല്ലോ, അതുണ്ടെങ്കിൽ മരിക്കാൻ പോലും നമ്മൾ പേടിക്കണ്ട. ആ ചിന്തയിലേക്ക് എത്താൻ നമ്മളെ ഹൃദയം അള്ളാഹു ആ രീതിയിൽ ഈമാനോടെ ഉറപ്പിച്ചു നിർത്തുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. യാ അയ്യുഹന്നാസ് ഊസീകും സാനിയം ബിതഖ്വല്ലാഹ്. ജീവിതത്തിന്റെ ഒരു രംഗത്തും അള്ളാഹുവിനെ മറന്നുപോകരുതേ എന്ന് ഒരിക്കൽ കൂടി എന്നോടെന്ന പോലെ നിങ്ങളിൽ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. ഹൃദയ നന്മയാണ് അള്ളാഹുവിൻ്റെ അടുത്തുള്ള ഏറ്റവും വലിയ സമ്പാദ്യം. അതുകൊണ്ട് നമ്മളുടെ എല്ലാം സ്വപ്നം സ്വർഗമാവണം എന്ന വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം പണം കൂടിയാൽ അള്ളാഹനെ മറക്കും എന്ന ഒരു ചിന്തയിലേക്ക് കൊണ്ടുപോകാൻ പാടില്ല. കാരണം ദുനിയാവിലെ സമ്പത്തും സൗകര്യങ്ങളും സ്ഥാനങ്ങളും ഒക്കെ കൂടുമ്പോഴും അതെങ്ങനെ അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി ഉപയോഗിക്കാം എന്ന് ചിന്തിക്കുന്നവരുടെ മനസ്സുകൊണ്ട് കൂടിയാണ് നമ്മളിൽ പലരും പട്ടിണിയില്ലാതെ സന്തോഷത്തോടെ ഈ ദുനിയാവിൽ ജീവിക്കാനുള്ള കാരണം. അധ്വാനിച്ച് ടെൻഷൻ അടിച്ച് ഒരുപാട് സമയം ചെലവാക്കി പലരും സമ്പത്ത് സമ്പാദിക്കും. അതേപോലെ തന്നെ അവർ അത് ചെലവഴിക്കുന്ന വിഷയത്തിലും അതേ സൂക്ഷ്മത കാണിക്കും. അങ്ങനത്തെ നൂറുകണക്കിന് ആളുകളുടെ സമ്പത്തുകളെ കൊണ്ടാണ് നമ്മളുടെ ഈ കേരളം പോലും, ഓരോ കുടുംബങ്ങൾ പോലും മനസ്സമാധാനത്തോടെ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞതിന്റെ ആകത്തുക ദുനിയാവിലെ സൗകര്യങ്ങൾ കൂടലല്ല സ്വർഗം മറക്കാനുള്ള കാരണം. ദുനിയാവിലെ സൗകര്യങ്ങൾ മാത്രം മതി എന്ന് ചിന്തിക്കലാണ് പരലോകം സ്വർഗം സ്വപ്നം കാണാതായി പോകാനുള്ള കാരണം. ദുനിയാവിൽ അള്ളാഹ് നൽകുന്നതിലൂടെ സ്വർഗം നേടുന്നവരുണ്ട്. സ്ഥിരമായി കൊടുക്കുന്നവർ, അവരെ കൊണ്ട് സമൂഹം നന്നാവുന്നവർ. നമ്മളെ എന്നാ മറ്റു ചിലരുടെ ജീവിതത്തിലോ എന്തെങ്കിലും കുറച്ച് കൂടുതൽ ഉണ്ടായാൽ മതി, അതോടെ അവന്റെ ഈമാൻ നഷ്ടപ്പെടും. കുറച്ച് പണം കൂടിയ, അധികാരം കിട്ടിയ, അതോടെ ഈമാൻ നഷ്ടപ്പെടും. മുൻഗാമികൾ പറയാറുണ്ട്, ഒരാൾ നശിക്കണേ കുറച്ച് പൈസയും കുറച്ച് അധികാരവും കിട്ടിയാൽ മതി. പിന്നെ അവന്റെ ജീവിതത്തില് അവൻ ആരോ എന്നൊരു തോന്നലോടുകൂടി അതോടെ അതുവരെ കൊണ്ടു നടന്ന ഈമാൻ പോലും ചിലരുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തി, അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം ഓരോ നിമിഷവും. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ്, അല്ലാഹുമ്മ അല്ലാഹുവേ യാ മുഖല്ലിബൽ ഖുലൂബ്, ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്നവനെ. ഇന്നത്തെ ഈമാൻ നാളെ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഇന്നെല്ലാവർക്കും നല്ല ഈമാൻ ഉണ്ടാകും. നേരം വെളുത്തിട്ട് മോക്ക് സൂക്കേട് ഓളെ കാണിച്ചു വരുമ്പോഴേക്കും വാപ്പ വീണ് കാലുകെട്ടി, വാപ്പാനൊന്ന് സുഖാക്കുമ്പോഴേക്കും ഉമ്മ ബാത്റൂമിൽ വീണു, ഈമാൻ ഇങ്ങനെ കുറയും. എന്താ ഇങ്ങനെ കച്ചവടം തുടങ്ങി തുടക്കത്തിൽ നല്ല ലാഭം, ഒരാഴ്ച കഴിഞ്ഞപ്പോ പിന്നെ പ്രശ്നങ്ങളോട് പ്രശ്നം. എന്താ ഇങ്ങനെ തുടങ്ങിയ സമയത്ത് പള്ളിയിൽ സ്ഥിരമായിട്ട് വരും, ജമാഅത്തിന് കൃത്യ, നഷ്ടം വരുന്നു തോന്നുമ്പോ പിന്നെ ജമാഅത്തും ഇല്ല, നിസ്കാരവും ഇല്ല, കൊടുക്കലും ഇല്ല. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ്, ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന നാഥ, സബ്ബിത് ഖൽബി അലാ ദീനിക്, നിന്റെ ദീനിൽ എന്നെ നീ ഉറപ്പിച്ചു നിർത്തണം. പൈസ പോയിക്കോട്ടെ, എനിക്ക് ദുനിയാവിൽ സമ്പത്തും അധികാരവും ഒക്കെ നഷ്ടപ്പെട്ടോട്ടെ, പക്ഷെ റബ്ബേ നിന്റെ ദീനിൽ നീ എന്നെ ഉറപ്പിച്ചു നിർത്തണം. അത് മാത്രം മതി റബ്ബേ, മരിക്കുമ്പോൾ ഒരു ദീനോടെ മരിക്കാൻ പറ്റണം. അങ്ങനെയുള്ള പ്രാർത്ഥന പതിവാക്കണം. കാരണം പലരും അവസാന നാളുകളിലേക്ക് മനസ്സുകൊണ്ട് പോലും അമുസ്ലിമായിട്ടും കാഫിറായിട്ടും മരിക്കുന്നത്. സൂക്കേട് വന്നു, പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല, ശരീരത്തിന്റെ പല ഭാഗത്തും ക്ഷീണം തുടങ്ങി, പിന്നെ ആൾക്കാർ പറഞ്ഞു തുടങ്ങും മരിച്ചിട്ടിയാ മതിയായിരുന്നു, ഇതിന്റെ ഇടയിൽ നിന്നൊന്ന് അങ്ങ് കൊണ്ടുപോയാൽ മതിയായിരുന്നു. ആ മരണം പോലും അള്ളാഹ് വെറുത്തതാ, അത് പറയാൻ പാടില്ല. എന്നാ അതുവരെ 5 വക്ത് പള്ളിയിൽ വന്നവനായിരിക്കും, കൃത്യമായിട്ട് ദീനീ കാര്യങ്ങളിൽ ഇടപെട്ടവനായിരിക്കും. മരിക്കാൻ നേരത്ത് എന്തെങ്കിലും ഒന്ന് സങ്കടം വരുമ്പോഴേക്കും അത് നഷ്ടമായിരിക്കും. ചിലപ്പം ദാമ്പത്യത്തിന്റെ ഇടയിലുള്ള പ്രശ്നമായിരിക്കും. പെണ്ണുങ്ങൾ ഏതെങ്കിലും ഒരുത്തന്റെ കൂടെ പോയി വിചാരിച്ച മാതിരി പിയാപ്പിളാവുന്നില്ല, മക്കളെ കെട്ടിച്ചു വിട്ടിട്ടും സമാധാനം കിട്ടുന്നില്ല, പിന്നെ വീട്ടിൽ കുത്തിരുന്നിട്ട് ഇതിന്റെ ഇടയിൽ നിന്ന് മരിച്ചു പോയാൽ മതിയായിരുന്നു എന്നുള്ള വാക്ക്, അതൊരു പ്രയാസകരമായ മരണമാണ്. അള്ളാഹ് ഇഷ്ടപ്പെടാത്ത വർത്താനാണത്. അതുകൊണ്ട് പ്രാർത്ഥിക്കണം, സബ്ബിത്ത് ഖൽബി അലാ ദീനിക്, മരിക്കുന്നത് വരെ
ഒരു ബേജാറുമില്ലാതെ എന്റെ ദീനിൽ പടച്ചോനെ ഉറച്ചു നിന്ന് മരിക്കാനുള്ള ഒരു തൗഫീഖ് എനിക്ക് തരണേ. ആ പ്രാർത്ഥന പതിവാക്കുക. അറിഞ്ഞും അറിയാതെയും ചെയ്തു കൂട്ടിയിട്ടുള്ള സർവ്വ തെറ്റുകുറ്റങ്ങളും പുറത്ത് അള്ളാഹുവിന്റെ സ്വർഗത്തിൽ ഇതേ രൂപത്തിൽ അള്ളാഹു നമ്മളെ ഒരുമിപ്പിച്ചു കൂട്ടുമാറാകട്ടെ. അള്ളാഹുവേ, മക്കളില്ലാതെ സങ്കടപ്പെടുന്ന ഇടകൾക്ക് മക്കളെന്ന അനുഗ്രഹം നൽകി ഓരോ കുടുംബത്തോടും നീ കാരുണ്യം കാണിക്കണമേ. അള്ളാഹുവേ, അസുഖം ബാധിച്ച് ഏറെ പ്രയാസം അനുഭവിക്കുന്ന ആളുകളുണ്ട് നാഥ. ഓരോരുത്തരുടെ പ്രയാസങ്ങളും അസുഖങ്ങളും നീ എളുപ്പത്തിൽ ശിഫാക്കി ലഘൂകരിച്ച് നൽകണമേ. അള്ളാഹുവേ, കുടുംബജീവിതത്തിൽ മനസ്സ് വേദനിച്ച് ജീവിക്കുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട്. ഓരോ കുടുംബത്തിനും മനസ്സമാധാനവും ദീനിലേക്ക് മടങ്ങി സമാധാനത്തോടെ ജീവിച്ചു മരിക്കാനും നീ തൗഫീഖ് നൽകണമേ. اللهم اغفر للمؤمنين والمؤمنات المسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا من النار. അള്ളാഹുവെ, പ്രാർത്ഥിക്കണമെന്ന് വസിയത്ത് തന്നവരുണ്ട് നാഥ. രോഗം കൊണ്ട് കഷ്ടപ്പെടുന്നവർ, വേദന കൊണ്ട് പ്രയാസപ്പെടുന്നവർ, ഓപ്പറേഷൻ പോലും സക്സസ് ആവാതെ ഒരുപാട് സാമ്പത്തിക നഷ്ടം സംഭവിച്ച് ജീവിക്കുന്നവർ, ഓരോരുത്തർക്കും എളുപ്പം ആഫിയത്തും റഹ്മത്തും ദീർഘായുസ്സും നൽകി മനസ്സമാധാനത്തോടെ ജീവിക്കാനുള്ള തൗഫീഖ് നീ പ്രദാനം ചെയ്യണമേ. എന്താണോ റബ്ബെ ഓരോ രോഗികൾക്കും നല്ലത്, ആ നന്മയിലേക്ക് നീ ആ വ്യക്തികളെ എത്തിക്കണമേ. അള്ളാഹുവേ, മരണപ്പെട്ടു പോയ സഹോദരി സഹോദരന്മാർ, മാതാപിതാക്കൾ, മക്കൾ, ഭാര്യമാർ, ഭർത്താക്കന്മാർ, ഓരോരുത്തരുടെയും ഖബർ നീ വിശാലമാക്കുകയും അവരെയും ഞങ്ങളെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിപ്പിച്ചു കൂട്ടുകയും ചെയ്യണമേ. ഈ ഒരു മഹാപകർച്ചവ്യാധിയിൽ ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടായവരുണ്ട്. കടബാധ്യതയിൽപ്പെട്ടവർ, കച്ചവടം പൊളിഞ്ഞു പോയവർ, ജോലി നഷ്ടപ്പെട്ടവർ, അള്ളാഹുവെ, ക്ഷമയോടെ അതെല്ലാം തരണം ചെയ്ത് സമാധാനത്തോടെ ജീവിച്ചു മരിക്കാൻ ഞങ്ങളിൽ ഓരോരുത്തർക്കും നീ തൗഫീഖ് നൽകണമേ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. റബ്ബന അതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ.